ഇപ്പോൾ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. 200 കോടിയുടെ ഒരു പദ്ധതിയിൽ നിന്നാണ് ചൈന പിന്മാറിയത്. നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഞെട്ടിക്കുന്ന ഒരു പിന്മാറ്റം? 200 കോടി ഡോളറിൻ്റെ ഒരു പദ്ധതിയിൽ നിന്നാണ് പിന്മാറിയത്. അത് ഒരു പ്രധാന കാരണം ഈ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് അടുക്കുന്നു. അതായത് ചൈന കരുതുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ചൈന ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ലിമിറ്റുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ചൈനയ്ക്ക് അമേരിക്കയെ കൈവെടിഞ്ഞ് ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരിക്കണം എന്ന് താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന വ്യാപാര പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ ഒരു കണ്ടീഷൻ വയ്ക്കുന്നു: പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്നത് കുറയ്ക്കണം. പ്രത്യേകിച്ചും ഇന്ത്യക്ക് ഭീഷണിയായ ചില പദ്ധതികൾ, പാകിസ്ഥാൻ്റെ ചില പദ്ധതികളിൽ ചൈന പണം മുടക്കുന്നുണ്ട്. ചൈന പാകിസ്ഥാനുമായിട്ട് ധാരണയുണ്ടാക്കിയത് 6000 കോടി ഡോളറിൻ്റെ ഇടപാടുകളാണ്. സാമ്പത്തിക സഹായം, പദ്ധതി നടപ്പാക്കൽ ഒക്കെയാണ്. ഗ്വാദർ തുറമുഖത്തേക്ക് ഒരു പ്രത്യേക എക്സ്പ്രസ് വേ, അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലെ സ്വർണ്ണ ചെമ്പ് ഖനികളിലേക്കുള്ള റെയിൽവേ ലൈൻ, ഇതൊക്കെ ചൈനയുടെ ഫണ്ടിങ് ഉണ്ടാകുന്ന പദ്ധതികളാണ്, അല്ലെങ്കിൽ ചൈന ഫണ്ട് ചെയ്യാനിരുന്ന പദ്ധതികളാണ്. അവിടെ ഇന്ത്യ വലിയ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ ഇന്ത്യക്ക് വെല്ലുവിളിയാകുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ചൈന തയ്യാറായാൽ സഹകരണം ഞങ്ങൾ കുറയ്ക്കും. ഇപ്പം ഇന്നത്തെ നിലയ്ക്ക് അമേരിക്കയോട് മുട്ടി നിൽക്കാൻ ചൈനയ്ക്ക് ഒരു വലിയ സുഹൃത്തിനെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ വിപണിയും ആവശ്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ചൈന ഇന്ത്യയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നു. അതാണ് കാര്യം. നമ്മുടെ മാധ്യമങ്ങൾ അത് കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യില്ല. കാരണം നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നു, ചൈനയെ മൂക്ക് കയറിടുന്നു എന്ന് എഴുതാൻ ഇവിടുത്തെ ഒരു പത്രങ്ങളും തയ്യാറാവില്ല. ഇവിടെ ഇന്ത്യ ശക്തമായ സമ്മർദ്ദം, ചൈനയുമായിട്ട് സഹകരിക്കാം, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ അയൽപക്കം നല്ല അയൽപക്കമായിരിക്കണം, അയൽവക്കക്കാരുമായിട്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ചൈന ഒരു വലിയ രാഷ്ട്രമാണ്, ഏഷ്യയിലെ, ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ. കുറച്ചു നാളുകളായി വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ചൈനയുടെ എല്ലാ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ചൈന പിന്മാറുമ്പോൾ ആ സ്ഥലത്തേക്ക് നിക്ഷേപം നടത്താൻ അമേരിക്ക തയ്യാറാകുമോ? അമേരിക്ക തയ്യാറായിട്ടില്ല ഇതുവരെ. അവരിപ്പോൾ ഈ 200 കോടി ഡോളറിൻ്റെ സഹായം ഇവർ ചോദിച്ചത് റെയിൽവേ ലൈനിൻ്റെ നിർമ്മാണമാണ്. അതായത് കറാച്ചി റോഹ്രി റെയിൽവേ ലൈൻ. അതൊരു വലിയ റെയിൽവേ ലൈനാണ്. അത് അതിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ് ഈ കറാച്ചി റോഹ്രി. അതങ്ങ് ബലൂചിസ്ഥാൻ വരെ പോകുന്ന ഈ പറഞ്ഞ സ്വർണ്ണ ഖനിയിലേക്കും ചെമ്പ് ഖനിയിലേക്കുമൊക്കെ നീളുന്ന ഒരു റെയിൽവേ ലൈനാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ് ഈ കറാച്ചി റോഹ്രി. ആ കറാച്ചി റോഹ്രി റെയിൽവേ ലൈനിന് പണം വേണം. അവരത് ചൈന മുടക്കാം എന്നായിരുന്നു ധാരണ. ഇപ്പോൾ ചൈന അതിൽ നിന്നും പിന്മാറിയതോടുകൂടി പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലായി. അവർക്ക് കാരണം ഇതൊക്കെ അനൗൺസ് ചെയ്ത് കുറച്ചൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി, മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഒക്കെ അങ്ങനെ പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ചൈനയുടെ ഈ ചുവടുമാറ്റം. അവരിപ്പോൾ ADB ബാങ്കിനെ സമീപിച്ചിരിക്കുകയാണ് വായ്പയ്ക്കായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് ചർച്ച ചെയ്തിരുന്നു. ഏതാണ്ട് $2 ബില്യൺ സഹായം, വായ്പയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ADB അതിനോട് അടുക്കാതെ ഇങ്ങനെ അറച്ചറച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ട്രംപ് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ലോണ് കൊടുക്കും. പക്ഷേ ആ ലോണ് കൊടുത്താൽ, ആ വായ്പ കൊടുത്താലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാനിലെ സ്വർണ്ണ ചെമ്പ് ഖനികളിലെ സമ്പത്ത് ADB കൊണ്ടുപോകും. ADB പാകിസ്ഥാൻ എങ്ങനെ ഇത് തിരിച്ചടയ്ക്കുമെന്നാണ് കരുതുന്നത്? ഇത് തിരിച്ചടയ്ക്കാനുള്ള വരുമാനം അവർക്കില്ല. നോക്കൂ, നമ്മുടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങൾ എടുത്താൽ ഇപ്പോൾ UP,
അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്, ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളുടെ GDP-യുടെ അത്ര പോലും GDP ഇല്ല പാകിസ്ഥാന്. ആ പാകിസ്ഥാനാണ് വലിയ വീരവാദം മുഴക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നൊക്കെ. അങ്ങനെയുള്ളൊരു പാകിസ്ഥാൻ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വായ്പ എടുക്കുന്നു, നമ്മൾ ADB-യുടെ വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാനുള്ള വരുമാനം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾക്കുണ്ട്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ADB വായ്പയ്ക്ക് അപേക്ഷിക്കാം, കേന്ദ്രം അതിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്, കേരളം എടുത്തിട്ടുണ്ടല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ADB വായ്പയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്. പണ്ട് ഈ ADB വായ്പ എടുക്കുന്നു എന്നും പറഞ്ഞ് 2001, 2006 കാലത്ത് VS അടക്കമുള്ളവർ ആന്റണി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നതാണ്. വലിയ എന്താ പറയുക, ഇവിടെ ഹർത്താലിനോട് അടുത്തുവരെ ചെന്ന പ്രക്ഷോഭങ്ങൾ നടന്നതാണ് ഈ ADB വായ്പയെ ചൊല്ലി. അതേ ADB വായ്പ ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഒക്കെ എടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സംസ്ഥാനം എടുത്തപ്പോഴാണ്, അതും ആന്റണി സർക്കാർ എടുക്കാൻ നിന്നപ്പോഴാണ് ആ ബുദ്ധിമുട്ട് വന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ADB വായ്പ അവർക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു വായ്പ കിട്ടിയേ മതിയാവൂ. അതിനിപ്പോൾ അമേരിക്കയുടെ അടുത്ത് എന്ന് യാചന തുടങ്ങും, അയ്യോ നിലവിളി തുടങ്ങും, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ സഹായിക്കണേ, ചൈന പിന്മാറി എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ നിലവിളിക്കും. അമേരിക്ക സഹായിക്കും, പക്ഷേ അമേരിക്കയുടെ കണ്ടീഷനുകൾ പാകിസ്ഥാനെ വിഴുങ്ങുന്നതായിരിക്കും. അതും നമുക്ക് സത്യത്തിലൊരു വെല്ലുവിളിയാണ്. പക്ഷേ അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൈവശം ഉണ്ടാവും. നയതന്ത്ര തലത്തിൽ തന്നെ നമ്മൾ അതിനുള്ള പ്രതിരോധങ്ങളും മറ്റുമൊക്കെ തീർത്തിട്ടുണ്ടാകാം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് അടുക്കുന്നത് ചൈനയ്ക്ക് ഇഷ്ടമല്ല. പാകിസ്ഥാൻ്റെ ഈ അമേരിക്കയോടുള്ള ആശ്രിതത്വ മനോഭാവം, അമേരിക്കയെ ആശ്രയിച്ച്, ട്രംപിനെ ആശ്രയിച്ച് തൊഴുതു പിടിച്ച് നിൽക്കുന്നു, അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു, പാകിസ്ഥാൻ മണ്ണ് അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കുന്നു. നമുക്കറിയാം, ഇറാനെ നിരീക്ഷിക്കാനായിട്ട് ഈ ലോഞ്ച് പാഡുകളടക്കം പാക് ഇറാൻ അതിർത്തിയിൽ അമേരിക്ക തയ്യാറാക്കി കഴിഞ്ഞു. അത് നേരത്തെ ഇറാനെ ആക്രമിച്ച സമയത്ത് അസിം മുനീർ ആദ്യം വൈറ്റ് ഹൗസിൽ സദ്യയ്ക്ക് പോയല്ലോ. അന്ന് തന്നെ ട്രംപ് ആവശ്യപ്പെട്ട കാര്യമാണ്, ഇറാനെ ഒതുക്കാൻ നിങ്ങൾ എല്ലാ സഹായവും അമേരിക്കയ്ക്ക് ചെയ്തു കൊള്ളണം. അസിം മുനീർ തലകുലുക്കി സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാക് ഇറാൻ അതിർത്തിയിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഇറാനെ വരിഞ്ഞു മുറുക്കാൻ അമേരിക്കയെ ഏറ്റവും കൂടുതൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്ന് പാകിസ്ഥാനാണ്. നേരെ മറിച്ച് ഈ പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ഇറാൻ ബഹളം കൂട്ടുന്നത്. എവിടെ? UN ഐക്യരാഷ്ട്ര സഭയുടെ മറ്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ അതിൻ്റെ യോഗം നടക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി നിരന്തരം കൈവെക്കുന്നൊരു രാഷ്ട്രമാണ് ഇറാൻ. ആ ഇറാനോടാണ് പാകിസ്ഥാൻ ഈ ചതി ചെയ്തിരിക്കുന്നത്. എന്നാൽ അന്നും മനുഷ്യത്വപരമായി ഇറാനോട് ഇടപെടണം എന്ന് വാദിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. പക്ഷെ ആ ഭാരതത്തിനെതിരെ പാകിസ്ഥാന് വേണ്ടി വലിയ വായിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. നമുക്കറിയാം, കാശ്മീരിൻ്റെ കാര്യത്തിലൊക്കെ ഇറാന് പാകിസ്ഥാൻ അനുകൂല നിലപാടാണുള്ളത്, ഇന്ത്യ അനുകൂല നിലപാടല്ല ഉള്ളത്. ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഈ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് കൂടുതൽ, അമേരിക്ക ഒരു മുതലാളി, പാകിസ്ഥാൻ ഒരു തൊഴിലാളി, ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ചൈന അതിനകത്തൊക്കെ അപകടങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കാരണം ചൈന വലിയ രീതിയിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ. റോഡുകളായിട്ടും പാലങ്ങളായിട്ടും അടിസ്ഥാന സൗകര്യ വികസനം പലതും നടപ്പാക്കിയിരിക്കുന്നത് ചൈനയാണ്. മറ്റൊരു വലിയ വെല്ലുവിളി, ഈ പാകിസ്ഥാനിൽ ചൈന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചൈനയുടെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് ഉദ്യോഗസ്ഥരെ നിരന്തരം ആക്രമിക്കുന്നുണ്ട് പാകിസ്ഥാനികൾ. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനികളുടെ കൈകൊണ്ട്. ഇത് നിയന്ത്രിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. ചൈനയ്ക്കത് വലിയ വിഷയമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പൗരൻ വിദേശത്ത് വെച്ച് അപകടത്തിൽ ആക്രമിക്കപ്പെടുക, കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവരത് വലിയ വിഷയമുണ്ടാക്കും. അവിടെയും പാകിസ്ഥാന് മറുപടിയില്ല ചൈനയുടെ ചോദ്യങ്ങൾക്ക്.
ചൈനയുടെ പൗരന്മാർക്ക് എന്തുകൊണ്ട് സുരക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല പാകിസ്ഥാന്? അതിന് ഉത്തരവില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒരു വശത്ത് ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധം, മറുവശത്ത് ഇന്ത്യ ചെലുത്തുന്ന സമ്മർദ്ദം, ഇന്ത്യയെ ഉപേക്ഷിക്കാനോ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം കുറയ്ക്കാനോ ചൈനയ്ക്ക് പെട്ടെന്ന് സാധിക്കില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ വിപണി ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാമ്പത്തിക നേട്ടം തന്നെയാണ്. അതുകൊണ്ട് ചൈന വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനെ സഹായിക്കുന്നത് കുറച്ച് കൊണ്ടുവരും എന്ന് മാത്രമല്ല, ഈ ഭാവിയിൽ ഒരു പക്ഷേ ഈ ചൈന പാകിസ്ഥാന് മേൽ പിടിമുറുക്കുകയും പാകിസ്ഥാനെ ഒരു ശത്രു രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പെടുത്താനും സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.